മോനി ഭോസ്ലെ അല്ലെങ്കിൽ മൊണാലിസ നമ്മുടെ ഉത്തർപ്രദേശിൽ നടന്ന പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള, ആ ഒരു കുംഭമേളയോടുകൂടി ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട മൊണാലിസ. ഇപ്പോൾ ആ ഒരു മൊണാലിസയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്. ശരിക്കും അത് ശ്രദ്ധിച്ചിരുന്നു. കാരണം പെട്ടെന്ന് ഓർക്കുമ്പോൾ മൊണാലിസ അല്ലെങ്കിൽ ഈ പറയുന്ന മോനി ഭോസ്ലെ 3 തവണ ഗർഭചിത്രം നടത്തി. അങ്ങനെ ഒരു ടാഗ്ലൈനൊക്കെ വെച്ചിട്ട് പല ഓൺലൈൻ ചാനലുകളും സംവിധായകൻ അറസ്റ്റിൽ ഇത് വെച്ചിട്ട് പല ഓൺലൈൻ ചാനലുകളും വാർത്തകൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, ദൈവം ഈ പെൺകൊച്ചിന് എന്താണ് സംഭവിച്ചത്? ഇവർ കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ബോബി ചെമ്മണ്ണൂർ ഇവരെ കൊണ്ടുവന്നു ഇനാഗുറേഷൻ ചെയ്യിക്കുകയും അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വല്ലാത്ത വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെയിം ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ആരോ ഒരാൾ എടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വൈറലാകുമായിരുന്നു. അവരുടെ മനോഹരമായ പവിഴക്കണ്ണുകൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ല തിളങ്ങുന്ന കണ്ണുകളുള്ള പൂച്ചക്കണ്ണുള്ള ഒരു സുന്ദരി ആരാണെന്ന് അന്വേഷിച്ചില്ല. ആ സമയത്ത് തന്നെ ആ പെൺകുട്ടി മൊണാലിസ ഭയങ്കര ഫേമസ് ആയി. അവർ സ്കൂളിൽ പോകാത്ത, എന്നാൽ വീട്ടിൽ സ്വന്തം ഫാമിലിയുടെ തന്നെ വ്യവസായം മീൻസ് അവരുടെ കച്ചവടങ്ങൾ നടത്തുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ അവളെ ഈ ആരാധകർ കൂടിയതുകൊണ്ട് അവളുടെ അപ്പൻ അവളെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ അയച്ചു. ഈ പ്രയാഗ്രാജിൽ നിന്ന് അപ്പം തന്നെ ഓടിച്ചു. അത്രയും വൈറലായ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാഞ്ഞിട്ട് തന്നെ. പക്ഷേ അവളെ അങ്ങനെ ഓടിച്ചിട്ടും ഈ പറയപ്പെടുന്ന പെൺകുട്ടിയെ തേടി പലരും ചെല്ലുന്നു. അതായത് ഈ പറയപ്പെടുന്ന ബോച്ചെ വിളിച്ചുകൊണ്ട് വരുന്നു, അവളെ ഇവിടെ കൊണ്ട് നാട്ടിൽ നമ്മുടെ ഇനാഗുറേഷൻ ചെയ്യിക്കുന്നു. അതിനുശേഷം അവൾ പ്രതി ഫേമസ് ആണ്. ഇന്ത്യ ഒട്ടാകെ അവൾ ഫേമസ് ആയി എന്നുള്ളതാണ്. അവൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ മനോഹരമായ മുഖം കൊണ്ട് തന്നെ അവൾ ഫേമസ് ആയി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ നാട്ടിലെ സുന്ദരികളെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്? ഈ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അവർ ബോളിവുഡിൽ പോകണമെന്ന് ആഗ്രഹിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ ഒന്ന് മുഖം കാണിക്കണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ബോംബെയിൽ നിന്ന് സംവിധായകന്മാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് പെൺകുട്ടിയുടെ പുറകെ ചെല്ലാൻ തോന്നി. അങ്ങനെ ഇരിക്കുകയാണ് സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ സംവിധായകൻ ഇവരെ തേടി ചെല്ലുന്നത്. ആ കുടുംബത്തോടു കൂടി തന്നെ ഇവരെ ബോംബെയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തതെന്നാണ് വാർത്തകൾ പറയപ്പെടുന്നത്. അവളെ ഡാൻസിങ് സ്കൂളിൽ ചേർക്കുന്നു, അഭിനയിക്കുന്ന സ്കൂളിൽ, ഡ്രാമ സ്കൂളിൽ ചേർക്കുന്നു, അങ്ങനെ ആക്ടിങ് സ്കൂളിൽ ചേർക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നു. അതൊക്കെ വളരെ ഫേമസ് ആകുന്നു. തീർച്ചയായിട്ടും അവളൊരു നല്ല നടിയായി മാറും, അങ്ങനെ ഒരുപാട് സിനിമയിൽ ചാൻസ് കിട്ടും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഈ കൊണ്ടുപോയ സംവിധായകനെ പീഡന കേസിൽ അറസ്റ്റിലാകുന്നു. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വേറൊരു ചാനലുകാരൻ വന്നത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, അവർ നന്നായിട്ട് ചുമ്മാ ഒരു പെൺകുട്ടിക്ക് ഒരു രക്ഷ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ സംവിധായകനെയും ചേർത്ത് കഥകൾ മെനയുകയാണോ എന്ന രീതിയിൽ ആൾക്കാർ പറഞ്ഞവരാണ്. ആ അതേ സംവിധായകനെ കുറിച്ച് തന്നെ, സനോജ് കുമാർ മിശ്ര എന്ന സംവിധായകനെ കുറിച്ച് തന്നെ കറക്റ്റ് ആയിട്ടുള്ള വാർത്തകൾ, ചുമ്മാ വാർത്തയല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുഖമൊക്കെ മൂടി ഇറക്കിക്കൊണ്ടുവരുന്ന വാർത്തയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 1 2 അല്ല 3 പെൺകുട്ടികളെ, 3 എന്നല്ല ഒരുപാട് പേരെ അദ്ദേഹം വാഗ്ദാനങ്ങൾ നൽകി. അക്കൂട്ടത്തിലാണല്ലോ ഇതെങ്ങനെ മൊണാലിസയെ ബാധിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുക. മൊണാലിസയെ ബാധിക്കും തീർച്ചയായിട്ടും. ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ, ഇങ്ങനെയുള്ള താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസും കിട്ടാതെ എന്നാൽ കാണാൻ കൊള്ളാം, ഇച്ചിരി നല്ല രസമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന പെൺകുട്ടികളെ തേടിപ്പിടിച്ച് ഇയാൾ ഈ ക്യാൻവാസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചാൻസ് തരാം, സിനിമയിൽ അഭിനയിക്കാൻ, ബോളിവുഡിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു, മോഡലാക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. സ്വാഭാവികമായിട്ടും ഫാമിലിയോടുകൂടി വിളിക്കുമ്പോൾ അവർ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെ കൊണ്ട് അവിടെ പാർപ്പിക്കുന്നു. എന്നിട്ട് ഇയാൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി അവർ ദുരുപയോഗം ചെയ്യുക. അതാണ് അയാളുടെ മെയിൻ സാധനം. അതിനാണ് അയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് പരാതിയിൽ വേറൊരു പെൺകുട്ടിയെ ഇതുപോലെ കൊണ്ടുപോയി അവളെ 3 4 വട്ടം ഉപയോഗിച്ചു. അതുകൂടാതെ അവളെ ഗർഭചിത്രത്തിന് അബോർഷൻ അവളെ പ്രേരിപ്പിച്ചു, അബോർഷൻ ചെയ്യിപ്പിച്ചു. അത് പോലീസിന് വിത്ത് എവിഡൻസോടുകൂടി കിട്ടിയത് കൊണ്ടാണ് അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, അതെ, സാരാംശം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമുക്കറിയാം മൊണാലിസ ആ ഒരു സമയത്തെ ഒരു ട്രെൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സെൻസേഷണൽ ആയിരുന്നു. ഈ പറയുന്ന മൊണാലിസ എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ ദരിദ്രനായ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് അവിടെ പ്രയാഗ്രാജിലേക്ക് മാല വിൽപ്പനയ്ക്കായിട്ട് എത്തിയ പെൺകുട്ടി. അവിടെ ആരുടെയോ ക്യാമറ കണ്ണുകളിൽ അവളുടെ മുഖം പതിഞ്ഞു. അതിനുശേഷം എല്ലാവരും ഏറ്റെടുത്തു. പിന്നീട് ക്യാമറ കണ്ണുകൾ അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ആ പിന്തുടർച്ചയിൽ നിന്ന് അവസാനം നമുക്കറിയാം കേരളത്തിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള അല്ലെങ്കിൽ കേസ് കാര്യങ്ങൾ, ഈ പറയുന്ന ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ബോച്ചെ അറസ്റ്റിലാവുന്നു, 5-6 ദിവസം ജയിലിൽ കഴിയുന്നു. അതിനുശേഷം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ അടുത്ത ഷോറൂം ഉദ്ഘാടനത്തിന് എങ്ങനെയെന്നറിയില്ല ഈ പറയുന്ന മൊണാലിസയെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ഞൊടിയിടകൾ കൊണ്ട് സൃഷ്ടിച്ച മൊണാലിസയെ, സാക്ഷാൽ മൊണാലിസയെ അല്ലെങ്കിൽ മോനി ഭോസ്ലെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യിക്കുന്നു. ആ സമയത്തെല്ലാം ഈ പറയുന്ന സനോജ് മിശ്ര ഇവരുടെ ഒപ്പം അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ അല്ലെങ്കിൽ മോനി ഭോസ്ലെയുടെ കൂടെ ഉണ്ടായിരുന്നയാൾ എന്ന പേരിലാണ് ഈവൻ മലയാളികളാണെങ്കിൽ പോലും ശ്രദ്ധിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ പോലും ഈ പറയുന്ന ആളെ ശ്രദ്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സിനിമാ മേഖലയിലോ മറ്റ് രീതിയിലോ ഒന്നും ഇയാളെ ആരും അങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തനിക്ക് താൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ താൻ ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ലാത്ത പദവിയിലേക്ക് മൊണാലിസ അല്ലെങ്കിൽ മോനി ഭോസ്ലെ ഉയർന്നു. ആ സമയമെല്ലാം ഒപ്പമുണ്ട്, കൂടെയുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അറിയാം, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരുമ്പോൾ, അവരുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പുറം ലോകത്തുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ധാരണകളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ സാധാരണക്കാരായ അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നടത്താനായിരുന്നു ഉദ്ദേശം. എന്തു തന്നെയായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോനി ഭോസ്ലെയെ ശ്രദ്ധിക്കപ്പെട്ടത് അല്ലെങ്കിൽ മൊണാലിസയെ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം അവരുടെ ഒപ്പം മാത്രമേ ആളുകൾ ഈ സനോജ് മിശ്രയെ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഈ പറയുന്ന വ്യക്തി ഇതിന് മുൻപും ഉണ്ടായിരുന്നു, പല ആളുകളുമായിട്ട് പല ഇടപാടുകൾ നടത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും ശ്രദ്ധ ഇയാൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിന് കാരണം മോനി ഭോസ്ലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആദ്യം മുതൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിച്ചിരുന്നു. അതായത് ഈ പറയുന്ന സനോജ് കുമാർ പാവമാണ് അല്ലെങ്കിൽ നല്ലയാളാണ്, എനിക്ക് സിനിമയിൽ അവസരം തരുന്നു, സിനിമാ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുന്നത്. ഇപ്പം ശാരിക പറഞ്ഞതുപോലെ തന്നെ മുൻപ് ഇതേ തരത്തിൽ അയാൾ പറ്റിച്ച ഒരു യുവതി, ആ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും ഇയാളെ അറസ്റ്റ് ചെയ്തതും. ആ അറസ്റ്റ് എന്ന് പറയുന്നത് വിത്ത് എവിഡൻസ്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയിൽ തന്നെ 3 അബോർഷനാണ് നടത്തേണ്ടി വന്നത്. അത് 3 അബോർഷൻ എന്ന് പറയുമ്പോൾ 3 ജീവനുകളെ നശിപ്പിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ, ആ ആളാണ് ഈ പറയുന്ന ഈ സാധാരണക്കാരിയായ പെൺകുട്ടിയെ കൈപിടിച്ചുയർത്താം എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്നത്. അതിൽ മൊണാലിസയെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പുള്ളി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതൊരു എന്തെല്ലാമോ കൈകളിൽ കിട്ടുമ്പോൾ ബോളിവുഡിലേക്ക് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് തരാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ തനിക്കും ഒരു നല്ല ജീവിതം കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് ഇയാളുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഈ കുടുംബക്കാർക്കടക്കം ഇയാളുടെ തനിനിറം അല്ലെങ്കിൽ ഇയാളുടെ ഫേസ് ഇങ്ങനെ ആയിരുന്നു അല്ലെ തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് മറ്റു രീതികളിലൊന്നും മൊണാലിസയെ ചൂഷണം ചെയ്യാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യവും. അങ്ങനെയാണ് സംഭവിച്ചതെന്നും വിചാരിക്കുന്നു. മറ്റ് അനർത്ഥങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വാർത്തകളും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ മുൻപ് അവരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മൊണാലിസയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. കാരണം ഈ ആളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ ആളുടെ സിനിമയിൽ അവസരം നൽകാമെന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അവസരം കിട്ടുമെന്ന് വിശ്വസിച്ച് ഈ കുടുംബം നിന്നു. അപ്പോൾ എന്തു തന്നെയായാലും ഇപ്പോൾ നിലവിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ശാരിക അപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതായത് ഒന്നും അറിയാത്ത പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇന്നുമുണ്ട്. ശരിക്കും ഇപ്പോൾ ഈ ഒരു യുവതി പരാതിയുമായിട്ട് വന്നതുകൊണ്ട് ഇയാൾ വെളിച്ചത്ത് വന്നു. പക്ഷെ അങ്ങനെ അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ആ യുവതിയെ പോലെ മറ്റൊരവസ്ഥയിൽ ഈ പറയുന്ന മോനി ഭോസ്ലെയും എത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം കുംഭമേളയിൽ പ്രയാഗ്രാജിൽ ഈ കുട്ടി ഭയങ്കര ഫേമസ് ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ പാരൻസ് ഭയങ്കര കൺസേൺ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അതിന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾ അങ്ങനെ ഇങ്ങനെ ഒരു തരത്തിൽ ഫെയിം ആയിക്കൊണ്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ പുള്ളിക്കാരത്തേക്ക് ചെറിയ മോഡലിങ്ങിലും ചെറിയ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പുള്ളിക്കാരത്തിലെ ഒരു സംഭാഷണത്തിൽ നിന്ന് ഇവരുടെ പുറകെ അന്വേഷിച്ച മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. അവളുടെ മുഖം വല്ലാതെ ഒരു കണ്ണുകൾ വല്ലാതെ നമ്മുടെ മലയാളികൾ എന്നല്ല ഇന്ത്യക്കാരുടെ മുഴുവനും ഹൃദയത്തിലാണ് അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു ബോളിവുഡ് സുന്ദരി അല്ലെങ്കിൽ ഒരു ടോളിവുഡോ മോളിവുഡോ ഒക്കെ ഒരു സുന്ദരി അവൾ മാറിയേക്കണമെന്ന് നമ്മളെല്ലാവരും വെറുതെയെങ്കിലും ഒന്ന് ആഗ്രഹിച്ചല്ലേ. നമ്മുടെ ആരുമല്ല അവൾ, എന്നിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം ആ പെൺകൊച്ചു കൊള്ളാം, അവളുടെ ചിരിയും അവളുടെ കണ്ണുകളും വി കാൻ't forget it yet. സോ അത് തന്നെ അതുകൊണ്ടാണ് മോനി ഭോസ്ലെ എന്ന് പറയുകയാണെങ്കിൽ മൊണാലിസ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ അവൾ ഓടിയെത്തുന്നത്. അവൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവൾ ഒരു കലാകാരിയാണെന്ന് നമുക്കറിയില്ല, ഡാൻസർ അല്ല, പാട്ടുകാരിയല്ല, സിനിമാ നടിയല്ല. എന്നിട്ടും ഒറ്റ പടത്തിന്റെ മികവിൽ ഒറ്റ പടം ആരോ ഒരാൾ ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ ആ ഒരൊറ്റ പിക്ചറിന്റെ പേരിലാണ് അവൾ ലോകം മുഴുവൻ അറിയപ്പെട്ടത്.
അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം ഈ എന്ന് പറയുന്ന സംഭവം ആരും നമ്മളെ തേടിയെത്തും, എവിടെ കിടന്നാലും മാണിക്യം കുപ്പത്തൊട്ടിൽ കിടന്നാലും തേടിയെന്നുള്ളേ അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇത്രയും നല്ല ടാലൻറ്റോ അല്ലെങ്കിൽ ഇത്രയും നല്ല കാണാനൊക്കെ സൗകുമാര്യമുള്ള ഒരു പെൺകുട്ടി ഒരു നടിയാക്കേണ്ടതിന് പകരം ഒരു പക്ഷേ ഇവന്മാരുടെയൊക്കെ കൈകളിലെത്തിയാൽ അവളൊരു ഏതെങ്കിലും ബോംബെയിലേക്കാണ് അവൻ കൊണ്ടുപോയത്. ബോംബെയിൽ എല്ലാവർക്കും അറിയാം റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്, ഒരുപാട് പെൺകുട്ടികൾ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് തേടി വന്നതിന് ശേഷം റെഡ് സ്ട്രീറ്റിലെ പേരുകേട്ട പ്രശസ്തരായിട്ടുള്ള വേശ്യകളായി മാറിയ കഥകൾ, അത് കഥകളല്ല ചരിത്രമാണത്. നമ്മൾ അന്വേഷിച്ചാൽ അറിയാം. അവിടെ മിക്ക ആൾക്കാരെയും നമ്മൾ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ ആ ചുവന്ന തെരുവുകളിലുള്ളത് മിക്കവരും സിനിമാ മോഹവുമായിട്ട് ബോംബെയിൽ എത്തിയ സ്ത്രീകളും പുരുഷന്മാരും. അങ്ങനെ വന്ന പുരുഷന്മാർ സംവിധായകനാകാനും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആകാനും വന്ന ഒരു പിമ്പുകളും നായികയായും അല്ലെങ്കിൽ സഹനടിയാകാൻ വന്നവരൊക്കെ അവിടെ വേശ്യകളുമായി മാറിയ ചരിത്രങ്ങൾ ബോംബെ സിറ്റിക്കുണ്ട്. അങ്ങനെ ആക്കിയ ഒരു ചരിത്രം ബോംബെ സിറ്റിക്കുണ്ട്. കണ്ണീരും സന്തോഷവും ഒരുപോലെ നൽകുന്നൊരു സിറ്റിയാണ് ബോംബെ. അപ്പോൾ അക്കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന സംവിധായകൻ ഇയാൾ ഒരു ലാക്കോടുകൂടി ഈ ഒരു ആഗ്രഹത്തോടു കൂടി ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഒരു നിമിഷത്തേക്ക് ഭയന്നു. നമുക്ക് പ്രിയപ്പെട്ട ഒരു മൊണാലിസ, നമ്മുടെയൊക്കെ മോനി ബോസ്ലെ, നമ്മുടെ ആരും അല്ലെങ്കിൽ കൂടെ അവളെയും ഇങ്ങനെ പെടുത്തിയോ എന്നാണ് ഒരു നിമിഷം നമ്മൾ ഈ വാർത്തകൾ കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചത്. എന്തായാലും ഭാഗ്യവശാൽ പറഞ്ഞ പോലെ എന്തായാലും അവൾ ആ കെണിയിൽ പെടുന്നതിന് മുമ്പ് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ പെൺകുട്ടിക്ക് ഭാഗ്യമുണ്ട്. ഒരു പക്ഷേ ഒരു ട്രൂ ആയിട്ടൊരു ആക്ടറായി മാറിയേക്കാം, അല്ലെങ്കിൽ ആക്ട്രസ്സായി മാറിയേക്കാം. അതിനെന്തായാലും ദൈവം അവൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇങ്ങനെയുള്ള വൃത്തികെട്ടന്മാർ ഇപ്പോൾ സിനിമാ ഫീൽഡാണ് ഏറ്റവും, എല്ലാ ഫീൽഡിലും ഉണ്ട്, പക്ഷേ സിനിമാ ഫീൽഡിൽ ഇത് കൂടുതലാണ്. ഇത് വെച്ച് ഇങ്ങനെ മുതലാക്കുന്ന, അതായത് അഭിനയ ഫീൽഡിലേക്ക് ഇതിനെ കൈപിടിച്ചുയർത്താമെന്ന് പറയുന്ന ഈ വൃത്തികെട്ടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടത്. ഇതിന് കൺട്രോൾ ചെയ്യേണ്ടത് ആ ബോളിവുഡിലെയും ടോളിവുഡിലെയും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരാണ്. സ്ത്രീ ശരീരം കൊടുത്താൽ മാത്രമേ അവളെ നായികയോ അല്ലെങ്കിൽ സിനിമയിലേക്ക് എൻട്രിയോ കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയാൽ തന്നെ നല്ല കലാകാരന്മാരെയും കലാകാരികളെയും പ്രദാനം ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന്, ബോളിവുഡിലേക്ക് പ്രദാനം ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.